2005 ഫിഫ കോൺഫെഡറേഷൻ കപ്പിൽ ബി ഗ്രൂപ്പിലായിരുന്നു ബ്രസീൽ അന്ന് ഇടം പിടിച്ചത്. ബ്രസീലിന്റെ കൂടെ ഗ്രീസ്, മെക്സിക്കോ, ജപ്പാൻ എന്നീ 3 ടീമുകളായിരുന്നു ബി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. കാനറിപ്പടയുടെ ആദ്യ കളി ഗ്രീസിനെതിരെയായിരുന്നു. അന്ന് ബ്രസീൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഗ്രീസിനെതിരെ വിജയം കുറിച്ചു. എന്നാൽ രണ്ടാം മത്സരം വളരെ സങ്കടമേറിയതായിരുന്നു. മെക്സിക്കോയ്ക്കെതിരെ 1 ഗോളിന് പരാജയപ്പെടേണ്ടി വന്നു കാനറി കിളികൾക്ക്. പിന്നെ ബ്രസീലിന് ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത് ഒരേയൊരു മത്സരം മാത്രം. അത് ഏഷ്യൻ ചക്രവർത്തിമാരായ ജപ്പാനെതിരെയാണ്. ആ മത്സരവും കൂടി തോക്കേണ്ടി വന്നാൽ ബ്രസീലിന് 2005 കോൺഫെഡറേഷൻ കപ്പ് ഒരു സ്വപ്നം മാത്രമായി അവസാനിക്കുമായിരുന്നു. എന്നാൽ ജപ്പാനെതിരെയുള്ള മത്സരം 2-2 എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞു. അങ്ങനെ കഷ്ടിച്ച് ബ്രസീൽ ജപ്പാന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി സെമിയിൽ പ്രവേശിച്ചു. എന്നാൽ സെമിയിൽ കണ്ടത് തീർത്തും വ്യത്യസ്തമായ ഒരു ബ്രസീലിനെ ആയിരുന്നു. എതിരാളികൾ കരുത്തരായ ജർമ്മനിക്ക് മുന്നിൽ ബ്രസീൽ തകർന്നടിയുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അങ്ങനെ കരുതിയവർക്കെല്ലാം തെറ്റി. സെമിയിൽ 3-2 എന്ന ഗോൾ സ്കോറിൽ ജർമ്മനിയെ പൊട്ടിച്ച കാനറി പക്ഷികൾ 2005 കോൺഫെഡറേഷൻ കപ്പ് ഫൈനലിലേക്ക് പറന്നു. ഫൈനലിൽ കരുത്തരായ എതിരാളികൾ അർജന്റീന. എതിരാളികൾക്ക് ശ്വാസം വിടാൻ പോലും കഴിഞ്ഞില്ല. അഡ്രിയാനോ 3 ഗോളുകളും റൊണാൾഡീനോ 1 ഗോളും അടിച്ച് മിന്നിത്തിളങ്ങുകയായിരുന്നു ആ മത്സരത്തിൽ. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങി. അന്ന് കാനറികൾ ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളാണ് ഈ ലോകത്തെ യഥാർത്ഥ ചക്രവർത്തിമാർ. ആ ചരിത്രം ഒന്നുകൂടി ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുവാൻ ബ്രസീലിന്റെ ചുണക്കുട്ടികൾക്ക് ഒരു അവസരം കൂടി ലഭിച്ചു. 2010 വേൾഡ് കപ്പും 2012 യൂറോ കപ്പും നേടി സാക്ഷാൽ ഇനിയസ്റ്റോയുടെ നേതൃത്വത്തിൽ അന്ന് ഒരു ടീം ലോക ഫുട്ബോൾ കീഴടക്കുകയായിരുന്നു. അങ്ങനെ അവർ 3ാം കിരീടമോഹം വെച്ചുകൊണ്ട് കോൺഫെഡറേഷൻ കപ്പിൽ പന്ത് തട്ടുവാനെത്തി. അന്ന് പുതിയൊരു താരോദയം ബ്രസീൽ നിരയിൽ പിറവിയെടുത്തിരുന്നു. അവനെ അന്നവർക്ക് തടുക്കുവാൻ കഴിഞ്ഞില്ല. അന്ന് ലോക ചാമ്പ്യന്മാർ ആ പയ്യന് മുന്നിൽ മുട്ടുകുത്തി വീണു. അതെ, അത് വേറെ ആരുമല്ല, ബ്രസീലിന്റെ സ്വന്തം സുൽത്താൻ നെയ്മർ ജൂനിയർ. തന്റെ കരിയറിലെ ആദ്യ ഇന്റർനാഷണൽ മേജർ സീനിയർ ടൂർണമെന്റിൽ മികച്ച താരം, ഗോൾഡൻ ബോൾ പുരസ്കാരം എന്നിവയെല്ലാം ആ പയ്യൻ നേടിയെടുത്തു. അതെ, ഏതൊരു ഫുട്ബോൾ കളിക്കാരന്റെയും ആഗ്രഹം, ഇന്റർനാഷണൽ മേജർ ടീം ട്രോഫി. അതെ, അന്ന് സുൽത്താനും പിള്ളേരും പുതിയ ചരിത്രം കുറിച്ചു.